ഹലോ മൈ ഗൈസ്, രാവിലെ എനിക്ക് നല്ല മഴ, നല്ല തണുപ്പുണ്ട്, ഉറങ്ങാൻ പറ്റിയ പണി ഏറ്റെടുത്തോണ്ട് പോകാണ്ടിരിക്കാനും പറ്റില്ല. നമ്മളെ പുറത്തിറങ്ങിയപ്പോൾ നമ്മൾ സുമേഷിനാണ് കുറച്ചും തലോടി കൊടുത്തപ്പോൾ നമ്മൾ മനസ്സിൽ സമാധാനം കിട്ടി. ഇവന്റെ ഈ നോട്ടം കണ്ട പാവന്ന് വിചാരിക്കും, പക്ഷെ ഇപ്പൊ പാവം ഈ ഏരിയയിൽ ഡേഞ്ചറാ. ഓ മാത്രമല്ല ഓന്റെ വൈഫ് ഉണ്ടല്ലോ, നമുക്കാണ് തീരെ പണിക്ക് പോകാൻ മൂടിയിരുന്നില്ല. അപ്പണ്ട് കുറച്ച് ചായയും കൂടി സുഖമായിട്ട് വന്നിട്ട് പണിക്ക് പോകാൻ നല്ല നേരം വൈകുന്നുണ്ട്. ഇപ്പൊ മഴ നോക്കാൻ നമ്മൾ ഇറങ്ങി ഓടി. മഴ പെയ്യില്ല, പക്ഷെ മരം പെയ്യുന്നു. ബസ് കയറിയപ്പോൾ എടുക്കുന്നത് തിരക്ക്. കുറച്ച് നമ്മൾ സീറ്റ് കിട്ടി, ടവറിനെ പണി ഇരുന്ന് ഉറങ്ങി എണീറ്റപ്പോൾ ഇതാ കണ്ട് കുറച്ച് ഉറങ്ങിയിട്ടില്ല. അപ്പൊ ഓൻ മുതലെടുത്ത് കുറച്ച് നേരം കൂടി ഉറങ്ങി ഓൻ നമ്മൾ ചുണ്ടിയിൽ പണി തീർത്ത്. ബസ് ഇറങ്ങി ഷോർട്ട് കവിയാർക്ക് പോയി പണ്ടര പുല്ലി സമ്മതിക്കുന്നു. ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്തുള്ളൂ. അപ്പൊ നമ്മൾ അരുണ്ട് കഴപ്പത്തോടെ കല്യാണ വീടിന്റെ നമ്മൾ തട്ടിപ്പോയി. നല്ല സെറ്റപ്പുള്ള കല്യാണത്തിൽ നമ്മൾ അണ്ണന്മാരാണ് വിളിച്ചത് സെർവ് ചെയ്യാൻ. നമ്മളത്ര മോശമൊന്നുമില്ല പറഞ്ഞിട്ട് നമ്മളെ പണി തുടങ്ങിയപ്പോൾ ഓരോരുത്തർ നമ്മുടെ ടീമിൽ നിന്ന് വേറെ കൗണ്ടിലേക്ക് തട്ടി. അപ്പോൾ ഓരോരുത്തർ മുഖം കാണേണ്ടി. സാധാരണ പണി തുടങ്ങുന്ന മുന്നേ എല്ലാവരും വീട്ടിൽ നിന്ന് പൊറാളെ തിന്നാൻ കിട്ടില്ല, പക്ഷെ ആദ്യം പൊരിച്ചു ചിക്കൻ കിട്ടുന്നു. അങ്ങനെ അരുണ്ട് തള്ളും കേട്ട് കഴിച്ച് നേരെ ചായ കുടിക്കാൻ പോയി. ചായ കുടിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ചുക്കാമി നമുക്ക് പണി ഒന്നും നോക്കില്ല, അടുത്തുള്ള തൊടിപ്പോയി. എക്സ്പെൻസീവ് ടൂളായിട്ട് എല്ലാം നമ്മൾ ശ്രദ്ധിക്കണല്ലോ. അപ്പൊ സേഫ്റ്റിക്ക് നമ്മൾ അങ്ങോട്ട് നോക്കി. ഒരു മണിയപ്പോ പണി തുടങ്ങി, നല്ല തിരക്കുണ്ടായി. പണി തുടങ്ങിയപ്പോൾ ചുക്കാമണി നമുക്ക് വേറെ പണിയുണ്ട്. അപ്പൊ നമ്മളപ്പോ തന്നെ പോകുന്നവിടെ എത്ര തിരക്കായാലും ഈ മണ്ണൊക്കെ ഒരു കൂസലില്ല. പണിയോട് ചാറ്റ് കൊണ്ട് പണി കഴിഞ്ഞപ്പോൾ നമ്മൾ ഫുഡ് വെച്ചു. മട്ടൻ ബിരിയാണി, ചിക്കൻ കൊണ്ടാട്ടം, കുറച്ച് ബീഫ് മന്തി എടുത്തു 2 പ്ലേറ്റിൽ. തിരിച്ചുവരുമ്പോൾ ഈ ഹിമാറിനെ പിന്നെ ഓണിലാണ് ഫുള്ള് പെണ്ണ റീൽ വരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾ ഉറങ്ങിപ്പോയി. മന്തി ഓ മാത്രമല്ല നമ്മുടെ വീട്ടിൽ എല്ലാവരും മന്തി തന്നിട്ട് നല്ല മന്ദപ്പിൽ ഉറങ്ങിപ്പോയി. 6 ഫുള്ള് പൊളിച്ചിട്ട് തലശ്ശേരി പണ്ടി അയാൾ ഒരേ ചേച്ചിട്ട് ഹോസ്റ്റലിൽ. നമ്മളെ കൂട്ടിൽ ഏറ്റവും പ്രായമുള്ളവരെ കല്യാണം പെങ്ങളാണ്. തലശ്ശേരിന്റെ ഹോസ്റ്റലിൽ പോയി ബസ്സിന് കൊടുക്കാൻ പൈസ ഇല്ലാത്തോണ്ട് നോക്കുമ്പോഴാണ് ഈ നാട്ടിൽ വായി നോക്കി നിൽക്കുന്നത്. അപ്പോഴാണ് ആഴ്ചയിൽ എല്ലാ ശനിയാഴ്ച വീട്ടിൽ പോകുന്ന ആശുവിന് അങ്ങനെ ഓനെ കൊണ്ട് പൈസ കൊടുപ്പിച്ചു. ഓനെ മടിയിൽ കയറി ബസ്സും പൈസ കൊടുത്തു ആൾ കഴിയുമ്പോൾ തുടങ്ങി. നമുക്ക് പിന്നെ കൊണ്ടാട്ടിൽ നമ്മളോട് മാറി. ഇതാണ് എന്റെ ആരോഗ്യം, എന്റെ ആരോഗ്യത്തിന്റെ ഇനി ഇത്രയുള്ളൂ, ബാക്കി നാളെ.